ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിലെ ആദ്യത്തെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്ത കൂട്ടുകാർ ആ വീഡിയോസ് കണ്ട ശേഷം ഇന്നത്തെ ക്ലാസ് ഫോളോ ചെയ്യുക, എന്നാലേ എല്ലാവർക്കും ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പേജ് നമ്പർ 10-ലെ 7 to 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 7, 8, 9 ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് ചെയ്യാം. ഓക്കെ, അപ്പോൾ 7th ക്വസ്റ്റ്യൻ, ഹൗ മെനി നമ്പേഴ്സ് ലൈ ബിറ്റ്വീൻ ദ സ്ക്വയർ ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ്. ഇവിടെ രണ്ട് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, 16 and 17. ഈ രണ്ട് നമ്പേഴ്സിൻ്റെയും സ്ക്വയേഴ്സിൻ്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് വരുമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് 16 സ്ക്വയറിൻ്റെയും 17 സ്ക്വയറിൻ്റെയും ബിറ്റ്വീൻ ഹൗ മെനി നമ്പേഴ്സ് ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 16 and 17. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സ്ക്വയേഴ്സിൻ്റെ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് വരും എന്നുള്ള വീഡിയോസ്, അതിൻ്റെ ഫോർമുലാസ് നമ്മൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാർ അതൊന്ന് കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 16 നമ്മുടെ നമ്പർ, നമുക്ക് 16 n എന്നെടുക്കാം. 17 എന്താണ്? ഈ 16ൻ്റെ കൂടെ 1 ആഡ് ചെയ്യുന്നതാണല്ലോ 17. അപ്പോൾ 17 എന്ന് പറയുന്നത് n+1 ആണ് 17. അതായത് 16ഉം 17ഉം അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണ്. അങ്ങനെ അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതായത് ബിറ്റ്വീൻ സ്ക്വയേഴ്സ് ഓഫ് 16 and 17. 17ൻ്റെ സ്ക്വയറിൻ്റെയും 16ൻ്റെ സ്ക്വയറിൻ്റെയും 16ഉം 17ഉം അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഫോർമുലയാണ് 2n എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഫോർമുലയാണ് 2n എന്ന് പറയുന്നത്. ഈ ഫോർമുല എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത്? അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. ഇവിടെ 16ഉം 18ഉം ആണെങ്കിൽ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയറിൻ്റെ ബിറ്റ്വീൻ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാലാണ് ഈ 2n എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ എന്നിന് ഇനി 16 എടുക്കുമോ 17 എടുക്കുമോ എന്നൊരു ഡൗട്ട് കൂട്ടുകാർക്ക് ഉണ്ടാവും. ഇപ്പോൾ n എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുവച്ചിട്ടുണ്ട്. ഫസ്റ്റ് വരുന്ന നമ്പറാണ് 16. 17 എന്ന് പറയുന്നത് n+1 ആണ്. അപ്പോൾ നമ്മൾ 17 എടുക്കില്ല, 16 ആണ് എടുക്കുന്നത്. അപ്പോൾ 2n എന്ന് പറയുന്ന ഫോർമുലയ്ക്കകത്ത് എന്നിൻ്റെ പ്ലേസിൽ 16 എന്ന വാല്യൂ കൊടുക്കുക. 2 × 16 ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് ആൻസർ വരും? 32 എന്ന് ആൻസർ വരും. ഓക്കെ അല്ലേ? 32. അപ്പോൾ 16 സ്ക്വയറിൻ്റെയും 17 സ്ക്വയറിൻ്റെയും ഇടയിൽ 32 നമ്പേഴ്സ് ഉണ്ടാവും. അപ്പോൾ കൂട്ടുകാർ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ തന്നിട്ടുള്ള നമ്പേഴ്സ് അടുത്തടുത്തുള്ള നമ്പേഴ്സ് ആണെന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. 16, 17. 16 കഴിഞ്ഞ് 19ഓ 20ഓ ആണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ 32. ദെൻ സെക്കൻഡ് വൺ, 99 and 100. അപ്പോൾ ഇതേ സെയിം ഫോർമുല വെച്ച് നമുക്ക് ചെയ്ത് നോക്കാം. 99 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന നമ്പറാണ് 100 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫോർമുല തന്നെ ഇവിടെയും അപ്ലൈ. n എന്ന് പറയുന്നത് 99 ആണ്, n+1 എന്ന് പറയുന്നത് 100 ആണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? 2n. ദെൻ ടോട്ടൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 99 സ്ക്വയർ ആൻഡ് 100 സ്ക്വയർ. നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഫോർമുല = 2n ആണ്. എന്നിൻ്റെ പ്ലേസിൽ ഫസ്റ്റ് വാല്യൂ ആണ് കൊടുക്കാനുള്ളത് 99. 2 × 99. 2 × 99 നമുക്ക് ചെയ്യുമ്പോൾ 198 നമ്പേഴ്സ് എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ള കാര്യം, ഈ 99 കഴിഞ്ഞ് തൊട്ടടുത്തുള്ള നമ്പറാണോ, ഏതൊരു നമ്പർ തന്നാലും അതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പറിൻ്റെ സ്ക്വയേഴ്സ് ചോദിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 8. ഇൻ ദ ഫോളോയിങ് പാറ്റേൺ ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സിംഗ് നമ്പേഴ്സ് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ചെയ്തു നോക്കാം. ഇവിടെ ഒരു പാറ്റേൺസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുമ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യണം. നമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് പാറ്റേൺസ് സോൾവ് ചെയ്യാനുള്ള മാർഗം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഇവിടെ 1 × 2 എത്രയാ? 1 × 2 2 ആണ്. ആ 2ൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ 3 കിട്ടും അല്ലേ? ദെൻ ഇവിടെ 2 × 3 എത്രയാണ്? 6 ആണ്. ഈ 6. അപ്പോൾ ഈ 6ൻ്റെ കൂടെ വീണ്ടും 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഈ ആൻസർ
7 എന്ന് വരും. ഓക്കെ അല്ലേ? ദെൻ 3 ഇൻറ്റു 4 എന്ത് വരും? 12. ദെൻ ഈ 12ൻ്റെ കൂടെ വീണ്ടും +1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13. ദെൻ 4 ഇൻറ്റു 5 20. ദെൻ ഈ 20യുടെ കൂടെ 1 ആഡ് ചെയ്യും. 1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ നിന്ന് ആൻസർ വരുന്നത്. എന്ത് വരും? 21 സ്ക്വയർ. ദെൻ 9 ഇൻറ്റു 10. 9 ഇൻറ്റു 10 ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? 90. ആ 90യുടെ കൂടെ വീണ്ടും നമ്മൾ എന്ത് ആഡ് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ആൻസർ 91. ഓക്കെ അല്ലേ? അപ്പോൾ പാറ്റേൺസ് കിട്ടുമ്പോൾ അതിനകത്ത് തന്നിട്ടുള്ള നമ്പേഴ്സിനകത്ത് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? പാറ്റേൺസ് സോൾവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ അല്ലേ? ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many tiny squares are there in the following picture? Write the prime factorization of the number of tiny squares. അപ്പോൾ ഈ പിക്ചറിനകത്ത് കുറച്ച് ടൈനി സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് ടോട്ടൽ എത്ര ടൈനി സ്ക്വയേഴ്സ്, അതായത് ഈ കുഞ്ഞ് സ്ക്വയർ ഉണ്ടല്ലോ, ആ കുഞ്ഞ് സ്ക്വയേഴ്സ് എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പിന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇത്രയും ഓരോ കുഞ്ഞു സ്ക്വയേഴ്സും കൗണ്ട് ചെയ്ത് എഴുതുന്നതിന് പകരം ആദ്യം നമ്മൾ ടോട്ടൽ വലിയ സ്ക്വയേഴ്സ് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യുക. ദെൻ അതിനകത്ത് ഓരോന്നിനകത്തും എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യുക. എന്നിട്ട് മൊത്തത്തിലുള്ളതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നോക്കാം. ദെൻ എന്ത് വരും? ഇവിടെ 1 2 3 4 5 6 7 8 9 സ്ക്വയേഴ്സ് ഉണ്ട്. ഇങ്ങോട്ട് എഴുതി നോക്കുമ്പോൾ 9 സ്ക്വയേഴ്സ്. ദെൻ താഴോട്ടാണെങ്കിൽ 1 2 3 4 5 6 7 8 9 അല്ലേ? അവിടെയും 9 ആണുള്ളത്. നമുക്ക് വൈറ്റ് ബോർഡിലോട്ട് ചെയ്യാം. 9th ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു റോയിൽ നമ്മൾ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്തു? 9. റോയിലും 9 സ്ക്വയേഴ്സ് ഉണ്ട്. താഴെ കോളം വൈസ് എണ്ണി നോക്കിയാൽ നമുക്ക് എത്ര സ്ക്വയേഴ്സ് കിട്ടും? 9 സ്ക്വയേഴ്സ്. അപ്പോൾ നമുക്ക് അതൊന്ന് എഴുതാം. Number of squares in a row 9. Then number of squares in a column, അവിടെ എന്തേ വരൂ? 9. നമ്മൾ കൗണ്ട് ചെയ്തതാണ്. ഇനി അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ രണ്ട് നമ്പേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് is equal to 9 into 9. 9 into 9 എത്രയാണ്? 81. ഓക്കെ, ഇനി നമുക്ക് ഓരോ സ്ക്വയറിനകത്തും എത്ര ടൈനി സ്ക്വയർ ഉണ്ടെന്ന് നോക്കണം. ഒരു വലിയ സ്ക്വയറിനകത്ത് എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് എഴുതാം? നമ്പർ ഓഫ് സ്ക്വയേഴ്സ്, നമ്പർ ഓഫ് ടൈനി സ്ക്വയേഴ്സ് ഇൻ എ സ്ക്വയർ. ഒരു സ്ക്വയറിനകത്തുള്ള ചെറിയ സ്ക്വയറിന്റെ എണ്ണം. നമുക്ക് പിക്ചർ നോക്കാം. ഇതിനകത്ത് 1 2 3 4 5. താഴോട്ട് എത്രയുണ്ട്? 1 2 3 4 5. അപ്പോൾ താഴോട്ടും 5 ആണ്, സൈഡിലോട്ടും റോ വൈസ് ആയാലും കോളം വൈസ് ആയാലും 5 സ്ക്വയേഴ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ കൗണ്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് 5 into 5 ചെയ്താൽ പോരെ? 5 into 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 5 into 5. ഓക്കെ അല്ലേ? 25. അപ്പോൾ ടോട്ടൽ 81 സ്ക്വയർ ഉണ്ട്. ഓരോ സ്ക്വയറിനകത്തും 25 സ്മോൾ സ്ക്വയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇനി ടോട്ടൽ ടൈനി സ്ക്വയേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ 81നെ ഈ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അതായത് ടോട്ടൽ ഉള്ള സ്ക്വയറിനെ ഓരോന്നിനകത്തും 25 വീതമുണ്ട്. അപ്പോൾ അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയാവും. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ടോട്ടൽ നമ്പർ ഓഫ് ടൈനി സ്ക്വയേഴ്സ് is equal to 81 into 25. 81 into 25 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 2025 എന്ന് കിട്ടും. കൂട്ടുകാർ അതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആൻസർ 2025. ഓക്കെ അല്ലേ? ഇനി ഈ കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യണമെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. പ്രൈം ഫാക്ടറൈസേഷൻ ഓഫ് 2025. ഓക്കെ, ഞാനിതിവിടെ ഇങ്ങോട്ട് ചെയ്യാം. 2025. ഇവിടെ ലാസ്റ്റ് 5 ആണല്ലോ. നമുക്ക് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദെൻ 20ക്കകത്ത് 4 ടൈംസ്
2 ഡിജിറ്റ് അടുത്ത് ഒരുമിച്ച് എടുത്തുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു 0. 25-നകത്ത് 5 ടൈംസ്. വീണ്ടും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 40-കകത്ത് 8 ടൈംസ്. ദെൻ 5-നകത്ത് 1 ടൈം. ദെൻ നമുക്ക് ഏത് നമ്പർ കൊണ്ട് ചെയ്യാം? 3 കൊണ്ട് ചെയ്യാം. 8 + 1 9 ആണ്. അപ്പോൾ 9 3യുടെ മൾട്ടിപ്പിൾ ആണ്. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8-നകത്ത് 2 ടൈംസ് 6. ദെൻ എന്ത് വരും? 2 ബാലൻസ് കൊടുക്കുമ്പോൾ 21 ആവും. 21-നകത്ത് 7 ടൈംസ് 27. ദെൻ 3 കൊണ്ട് ചെയ്യുമ്പോൾ 9. ദെൻ വീണ്ടും 9-നകത്ത് 3 ടൈംസ് 3 × 3. ദെൻ വീണ്ടും 3 കൊണ്ട് ചെയ്തു. 1 റിമൈൻഡർ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോൾ ടോട്ടൽ 4 3s ഉണ്ട്. 2 ടൈംസ് 5 ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം 3 × 3 × 3 × 3 × 5 × 5. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിതിനെ എന്തെന്ന് എഴുതാം? 3 എത്ര ടൈംസ് ഉണ്ട്? 4 ടൈംസ്. അപ്പോൾ 3⁴. 5 എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ്. ദെൻ 5 സ്ക്വയർ. നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇനി എന്തിൻ്റെ സ്ക്വയർ ആണ് 2025? ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2025 എന്ന് ചോദിച്ച് എന്ത് ചെയ്താൽ മതി? ഇതിനെ ഓരോന്നിനെയും പെയർ ആക്കുക. ഈ ഓരോ പെയറിൽ നിന്നും ഓരോ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കിട്ടും. അതായത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2025 എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ ആ ക്വസ്റ്റ്യനിൽ നമുക്ക് അത് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്രയും വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ താങ്ക് യു.